ഗണപതി എന്ന് പറഞ്ഞാൽ നമുക്ക് സുപരിചിതനാണ്. ഗണങ്ങൾക്ക് അധിപതിയായിട്ടുള്ള മൂർത്തിയാണ്. നമ്മൾ എന്ത് കാര്യങ്ങൾക്കും വിഘ്ന നിവാരണത്തിനായിട്ട് നമുക്ക് അതാണല്ലോ നമ്മൾ വിഘ്നേശ്വരൻ എന്ന് പറയുന്നത്. അപ്പൊ വിഘ്നങ്ങളുടെ ഈശ്വരൻ, വിഘ്നങ്ങളില്ലാതെ നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആള്, അതാണ് ഗണപതി. അപ്പൊ ഗണപതിയെ നമ്മൾ ആരാധിക്കും. നമുക്ക് കോമൺ ആയിട്ട് അറിയാം, ഗണപതി ഹോമങ്ങൾ നമ്മൾ നടത്താറുണ്ട് വീട്ടില്. ചെറിയ ചെറിയ പ്രോബ്ലംസ് വരുമ്പോൾ, ചെറിയ ചെറിയ ആവശ്യങ്ങൾ, എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സമൊക്കെ വീട്ടിൽ കാണുമ്പോൾ, ചെറിയ കലഹങ്ങൾ വരുമ്പോഴൊക്കെ നമ്മൾ ഒരു ഗണപതി ഹോമം നടത്താം, വീടിന് ഒരു ഐശ്വര്യം ഉണ്ടാവട്ടെ എന്ന് കരുതി നമ്മൾ ചെയ്യുന്നത് സാധാരണ നമ്മുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ചെയ്യുന്ന ഒരു ചെറിയ രീതിയിലുള്ള ഒരു ഹോമാണ് ശ്രീ ഗണപതി ഹോമം എന്ന് പറയുന്നത്. വിഘ്ന നിവാരണം തന്നെയാണ് അതിന്റെ ഉദ്ദേശം. കുറച്ചുകൂടി വലിയ രീതിയിൽ നമ്മളൊരു തൊഴിൽ സ്ഥാപനങ്ങൾ ചെയ്യുക, കുറച്ചുകൂടി വലിയ ധനനേട്ടങ്ങൾ, വലിയ ധനലാഭങ്ങളൊക്കെ വേണ്ടി വരികയാണെങ്കിൽ ബിസിനസ് സ്ഥാപനങ്ങളിലൊക്കെ ഒരു തുടക്കം എന്ന നിലയിൽ നമ്മൾ ചെയ്യുമ്പോൾ അഷ്ടദ്രവ്യ ഗണപതി ഹോമാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ മഹാഗണപതി ഹോമം എന്നും അതിനെ അറിയപ്പെടുന്നുണ്ട്. അപ്പൊ ആ രീതിയിലാണ് ചെയ്യുന്നത്. വലിയ നേട്ടങ്ങൾ, വലിയ സംരംഭങ്ങൾ അങ്ങനെയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ അഷ്ടദ്രവ്യ ഗണപതി ഹോമമാണ് സാധാരണ അതാണ് ചെയ്യാറ്. പിന്നെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ, ഒരു ഭാഗ്യം വർദ്ധിപ്പിക്കാൻ വലിയ മാറ്റങ്ങൾ വരുന്നു, അതിന് ഒരു ആ രീതിയിൽ നമുക്കൊന്ന് വലിയ മാറ്റം, അത് നമുക്ക് പോസിറ്റീവായിട്ട് വരണം, വലിയ ഭാഗ്യം ഉണ്ടാകണം, അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ അഷ്ടവിംശതി ഗണപതി ഹോമം എന്ന് പറയുന്ന ഹോമം നടത്തുന്നത്. അഷ്ടവിംശതി ഗണപതി ഹോമം എന്ന് പറഞ്ഞാൽ 28 രൂപങ്ങൾ, ഗണപതി രൂപങ്ങൾ, ഗണപതി വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഫോട്ടോ രൂപത്തിലായാലും അതിനെ അഭിഷേകം ചെയ്ത് വേണ്ട താന്ത്രിക വിധിപ്രകാരം നടത്തുന്ന ഒന്നാണ് അഷ്ടവിംശതി ഹോമം. അത് വലിയ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ പോസിറ്റീവായിട്ട് വരാൻ വേണ്ടി നടത്തുന്ന ഒന്നാണ്.